ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ജഗദീഷേട്ടാ ഒരു പ്രത്യേക നന്ദി. ആദ്യമായിട്ടാണ് ആങ്കറിനെ ഒരു ആക്ടർ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആൻഡ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഓൺലൈൻ മീഡിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒരു വലിയൊരു നന്ദി, ഒരു സ്വാഗതം പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ പ്രത്യേകിച്ചും യുവതലമുറയെല്ലാം വയലൻസ് ആണ് കൂടുതൽ സിനിമയിലൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു കുടുംബ ചിത്രം അല്ലെങ്കിൽ നല്ലൊരു പ്രമേയം, ഒരു ഗ്രാമത്തിന്റെ തനിമയും നന്മയും ഒക്കെ കൊണ്ടുവരുന്ന ഒരു ചിത്രമായിരിക്കും പരിവാർ എന്ന ഒരു സിനിമ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ ഓഡിയോ ലോഞ്ചുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എല്ലാവരും എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ആദ്യം ഐ വുഡ് ലവ് ടു ഹാവ് ഓൺ സ്റ്റേജ് നമ്മുടെ പ്രിയപ്പെട്ട വിജിപാൽ സർ. അപ്പൊ അദ്ദേഹത്തെയാണ് ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. പ്ലീസ് സർ, വെൽക്കം. നമസ്കാരം. പരിവാർ എന്ന് പറയുന്ന സിനിമ, പേര് പരിവാർ എന്ന് പറയുന്ന കുടുംബം, അതിലൊരു വാറുണ്ട്, യുദ്ധം, കുടുംബത്തിലുള്ള ഒരു യുദ്ധം, ചെറുകിട യുദ്ധമാണ്. ജഗദീഷ് ചേട്ടനും ഇന്ദ്രൻ ചേട്ടനും ഒക്കെ തമ്മിൽ അദ്ദേഹവും ഒക്കെ ഉണ്ട്. 4 ബ്രദേഴ്സാണ്. ഇതൊരു സാധാരണ എല്ലാവർക്കും ഭയങ്കര ഒരു ഫീൽ ഗുഡ് കുടുംബചിത്രം എന്നുള്ളതിനപ്പുറം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ കയറില്ല എന്ന് എനിക്ക് തോന്നുന്നു തിയേറ്ററിലേക്ക്. പക്ഷെ അതിനകത്ത് അടിമുടി ഫണ്ണുണ്ട്, വളരെ സട്ടിലായിട്ട് ഹ്യൂമർ ഉണ്ട്, പിന്നെ റിയലിസ്റ്റിക് ആണ്, ഒരു എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുടുംബത്തിൽ നടക്കുന്ന നേരം പോക്കുകളും അപ്രതീക്ഷിതമായി വരുന്ന. അതിനുമുമ്പ് ബിജുപാലിനെ കുറിച്ചും സന്തോഷ് വർമ്മയെ കുറിച്ചും പറയുമ്പോൾ ഇവർ ക്ലാസ് ആണോ മാസ് ആണോ എന്ന ചോദ്യത്തിന് ഇവർ ക്വാളിറ്റിയുടെ ആൾക്കാരാണെന്ന് ഞാൻ മറുപടി പറയും. മാസ് സിനിമാസിൽ ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട്, ക്ലാസ് സിനിമാസിലും ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് തരാം, ശുദ്ധ സംഗീതം, പ്രേക്ഷകനെ ആകർഷിക്കുന്ന സംഗീതം ഇതിനകത്തുണ്ടാകും. കാരണം ഒരു മെലഡി എന്ന് പറയുന്നത് ഒരു ലോങ് ലൈഫുള്ള മെലഡിയാണ് ക്ലാസിക്കായിട്ട് അറിയപ്പെടുന്നത്. ഇതിലെ ചില ഗാനങ്ങൾ വർഷങ്ങൾക്ക് ശേഷവും നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ചുണ്ടിൽ തത്തിക്കളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനനുസരിച്ചുള്ള അർത്ഥസമ്പുഷ്ടമായ ക്യാച്ചി ആയിട്ടുള്ള ലൈൻസ് ഉണ്ട്. അതിന് ഡെപ്തുള്ള മ്യൂസിക്കാണ് വിജിപാൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രെൻഡി മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രെൻഡി മ്യൂസിക് വേണം തീർച്ചയായിട്ടും. അടിപൊളി പാട്ടെന്നൊക്കെ പറഞ്ഞ് അടിപൊളി എന്നുള്ളൊരു വാക്ക് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ വന്ന് അടിപൊളി തന്നെ പഴഞ്ചനായിരിക്കുകയാണ്. അപ്പോൾ അത് ട്രെൻഡി ആവുമ്പോൾ, ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു പീരീഡിലേക്ക് മാത്രമാവുമ്പോൾ അതിൻ്റെ ക്ലാസിക് സ്വഭാവം നഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടതോട് കാര്യമില്ല, നിങ്ങൾ കേട്ടിട്ട് എൻ്റെ അഭിപ്രായം പറയും. ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്, മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു നല്ല മ്യൂസിക് ഒരുക്കാൻ സന്തോഷ് വർമ്മയ്ക്കും ബിജിപാലിനും കഴിഞ്ഞിട്ടുണ്ട്. ഇത് സത്യസന്ധമായി മനസ്സിൽ തട്ടി ഞാൻ പറയുകയാണ്. എനിക്കിഷ്ടപ്പെട്ടു പാട്ടുകളെല്ലാം തന്നെ. അവരതിനുവേണ്ടി പെയിൻസ് എടുത്തിട്ടുണ്ട്. അവർ കഥ മനസ്സിലാക്കി, കഥയുടെ സംഗതി മനസ്സിലാക്കിയിട്ടാണ് ഇത് പാട്ട് എഴുതിയിരിക്കുന്നത്. ഈ വരികൾ ഒരു സിനിമാ പാട്ടിന് വേണ്ടിയുള്ള ഒരു ഗാനം എന്നതിനപ്പുറം ഈ കഥയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സംഗീതമാണ് ഒരുക്കിയിരിക്കുന്നത്. അടുത്തയാളെ ജാൻവി വിളിക്കും. താങ്ക് യു സർ. അപ്പോൾ വിജിപാൽ സർ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നതിന് നല്ലൊരു സംഗീതം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓവർ ടു യു. ഹായ്, ഒരുപാട് സന്തോഷമുണ്ട്. ഈ കണ്ട പാട്ട് ഞങ്ങളുടെയാണ്. ഒരുപാട് ഹാപ്പിയാണ്. കാരണം വിജിപാൽ സാറിൻ്റെ ഒക്കെ ഒരു പാട്ടിൽ അപ്പിയർ ചെയ്യാൻ പറ്റിയൊരു ഭയങ്കര എക്സൈറ്റ്മെന്റും സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഡിജിറ്റൽ വില്ലേജ് ആണ് എൻ്റെ ആദ്യത്തെ സിനിമ. ഇതിൻ്റെ തന്നെ സംവിധായകരായിട്ടുള്ള ഉത്സവരാജി ഫർണാണ്ടോ അവരുടെയൊക്കെ ആദ്യത്തെ സിനിമയാണ് ഡിജിറ്റൽ വില്ലേജ്. അതിൽ ഓഡിഷനിലൂടെ വന്ന ആളാണ് ഞാൻ. അപ്പോൾ രണ്ടാമത്തെ സിനിമയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ വന്നപ്പോൾ അവർ വിളിച്ചതാണ്. അങ്ങനെയാണ് ഞാൻ സിനിമയുടെ ഭാഗമായത്. എന്തുകൊണ്ടും നല്ലൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള സിനിമയാണ് പരിവാർ. നിങ്ങളെ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു 90s വൈബ് പടങ്ങളുടെയൊക്കെ ഒരു വൈബ് അടിച്ച് കാണും. അപ്പോൾ എന്തായാലും നിങ്ങൾ 90s വൈബ് പടങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഒരു നൊസ്റ്റാൾജി തന്നെയായിരിക്കും ഈ സിനിമ. അതേപോലെ പുതിയ ആൾക്കാർക്ക് ഒരു പുതിയ ട്രീറ്റും കൂടെ ആയിരിക്കും. ആദ്യ അവസാനം നല്ല രസകരമായിട്ടാണ് സിനിമ പോകുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി. ഇതെൻ്റെ ആദ്യത്തെ സിനിമയാണ് പരിവാർ. പിന്നെ ഡയറക്ടേഴ്സിനോടും സ്പെഷ്യൽ താങ്ക്സ്. കൂടെ അഭിനയിച്ച എല്ലാവരോടും താങ്ക്സ്. ജഗദീഷ് സർ, എല്ലാവരോടും. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. സോ എന്ത് പറയണമെന്ന് അറിയില്ല. എല്ലാവരും മാർച്ച് 7 പരിവാർ എന്തായാലും പോയി കാണണം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ആൻഡ് ഐ തിങ്ക് വി ഹാവ് ഗോട്ട് റിയലി 2 ജെംസിനെ കൂടി ബോളിവുഡ് ഇൻഡസ്ട്രിയിലേക്ക് കിട്ടിയിരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ് ടു ഓൾ യുവർ ഫ്യൂച്ചർ ഫിലിംസ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ശോഭന വെട്ടിയാർ മാം ഇവിടെ ഉണ്ട്. സോ പ്ലീസ് ഓവർ ടു യു. നല്ലൊരു കൈയടി കൊടുക്കാട്ടോ. നമ്മുടെ ക്രൂ ആണ് കൈയടിക്കുന്നത്. ഐ വോണ്ട് ഓൾ ഓഫ് യു ടു ഗിവ് ദാറ്റ് അപ്ലോസ്.
എല്ലാവർക്കും നമസ്കാരം. പരിവാർ എന്ന സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. അത്രേ എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ഹായ് ഓൾ. പരിവാർ അങ്ങനെ മാർച്ച് 7-ാം തീയതി യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് തിയേറ്ററിലേക്ക് എത്തുകയാണ്. നമ്മളുടെ ഒരു വലിയ ജേണിയായിരുന്നു. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേരോട് താങ്ക്സ് ഒക്കെ പറയാനുണ്ട്. ഈ പടം നിങ്ങളെല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ഫൺ മൂവി തന്നെയായിരിക്കും, അത് ഉറപ്പാണ്. ബാക്കി ഹലോ, നമസ്കാരം. ഞങ്ങളുടെ ആദ്യത്തെ സിനിമ ഡിജിറ്റൽ വില്ലേജ് എന്ന് പറഞ്ഞൊരു കുഞ്ഞു പടമാണ്. വളരെ ചെറിയ ബജറ്റിൽ പുതിയ മൂവികളെ വെച്ചിട്ട് ഞങ്ങൾ ചെയ്ത സിനിമ. അതിനുശേഷം രണ്ടാമതൊരു സിനിമ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ജഗദീഷ് ചേട്ടനെ ഒക്കെ കണ്ടു മറന്ന കുറേ സിനിമകളുണ്ട്. അവർ ഇനിയും കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള. നിലവിൽ ഞങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന അവസരങ്ങളും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ പരിവാർ എന്ന് പറയുന്ന സിനിമ സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഒരുപാട് പറഞ്ഞ പോലെ തന്നെ വാറുകളുണ്ടായിരുന്നു, യുദ്ധങ്ങളുണ്ടായിരുന്നു. അതെല്ലാം തീയതി സിനിമ തിയേറ്ററിലേക്ക് വരികയാണ്. ഞങ്ങൾക്ക് അധികം ഒന്നും സംസാരിക്കാൻ അറിയില്ല. ഈ സിനിമ നിങ്ങൾ കാണുക, കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക, അത് മാത്രമാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഈ സിനിമയിൽ ഞങ്ങൾ ഡിജിറ്റൽ വരുന്ന സമയത്തും ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു നമുക്ക് ഇത്രയും പ്രൊമോഷനുള്ള ഒരു സാഹചര്യം പോലും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ആ സിനിമ വർക്കാവുകയാണെങ്കിൽ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാം എന്ന് മാത്രമാണ്. സോ എൻ്റെ ഉത്സവൻ്റെ ജീവിത സമയത്തോളം ഈ രണ്ടാമത്തെ സിനിമ ഏതൊരു സിനിമാക്കാരന് ഒരു സെക്കൻഡ് മൂവി എന്ന് പറയുമ്പോൾ വലിയ പ്രതീക്ഷയുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഇതിനെ സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. അല്ലാത്ത പക്ഷം ഈ സിനിമ മോശമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിനെ റിവ്യൂ ചെയ്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. സോ നിങ്ങളുടെ കാഴ്ചയ്ക്കനുസരിച്ചായിരിക്കും ഈ സിനിമ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു. മാർച്ച് 7-ാം തീയതി കാണാം. കൂടെ അവരുടെ ഒരു എക്സ്പീരിയൻസ്, മൂവിയുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തൊട്ടടുത്ത് നിന്ന ആള് സാലിമി സിനിമ കണ്ടപ്പോൾ തൊട്ടേ എനിക്ക് കുറച്ചൊരു കൂടുതൽ ഇഷ്ടം തോന്നിയ ആളാണ് അദ്ദേഹം. അപ്പോൾ നാടകരംഗത്തിലൂടെ സിനിമയിലേക്ക് വന്ന് ഇപ്പം തൻ്റെതായിട്ടുള്ള രീതിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് സർ പ്ലീസ് അടുത്തത് സാറാണ്. യെസ്. ചില ഭാഗ്യങ്ങൾ വരുന്നത് ഓർക്കാപ്പുറത്താണ്. ഞാൻ ഈ സിനിമയിലെത്തിയത് ഓർക്കാപ്പുറത്താണ്. എന്നെ ഈ സിനിമയിലേക്ക് ഫഹദിനെയും ഉത്സവിനെയും എന്നെ പരിചയപ്പെടുത്തിയതും ഈ കഥാപാത്രത്തിലേക്ക് എന്നെ എത്തിച്ചതും ജഗദീഷ് സാറാണ്. സൂക്ഷ്മതയിലാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. പ്രാവിനെ പിടിക്കുന്ന പോലെയാണ് അവരുടെ കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഭാഗ്യനിമിഷത്തിൽ ഞാൻ ശുഭാപ്തി വിശ്വാസമാണ്. കാരണം കാലിക പ്രാധാന്യം മാത്രമല്ല, ലോകാവസാനം വരെ പ്രാധാന്യമുള്ള ഒരു വിഷയം വളരെ സരസമായി ഈ സിനിമയിൽ അവർ പറയുന്നുണ്ട്. അത് നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഈ സ്വീകാര്യമാണെങ്കിൽ മാത്രം ഒന്ന് പറഞ്ഞു, പക്ഷെ സ്വീകാര്യമാകും എന്ന ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ശുഭാപ്തിയോടുകൂടി 7-ാം തീയതി മാർച്ച് 7-ന് എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക, പുതിയ കുട്ടികളെ അനുഗ്രഹിക്കുക. ഇതിൽ ഒരുപാട് പുതുമുഖങ്ങളൊക്കെ അഭിനയിക്കുന്നുണ്ട്. എല്ലാവരും അവർക്ക് കിട്ടിയ വേഷവും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സ്വയം കാണുക. സവിനെ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ അതിന്റെ എല്ലാ പ്രവർത്തകർക്കും, ചിത്രത്തിന്റെ സ്ക്രീനിലും അതുപോലെ തന്നെ സ്ക്രീനിലല്ലാതെ പ്രവർത്തിച്ച എല്ലാവർക്കും നമ്മൾ വലിയൊരു കൈ, ഒരിക്കൽ കൂടി നല്ലൊരു കൈ കൊടുക്കാം. ബിക്കോസ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് എഫേർട്ട്. അങ്ങനെ മലയാള സിനിമയ്ക്ക് ഇനി ഒരിക്കൽ കൂടി നല്ലൊരു ചിത്രം കൂടി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം ഈ ഒരു ചിത്രത്തിന്റെ ആർട്ട് ഡയറക്ടർ അദ്ദേഹം. താങ്ക് യു എൻ്റെ ഡയറക്ടേഴ്സ് സുധീർ സാർ, എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി. നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവരൊപ്പം വർക്ക് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ താങ്ക് യു ജഗദീഷ് ചേട്ടാ. താങ്ക് യു.